നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ TBFൻ്റെ മീറ്റിങ്ങിനായിട്ട് നമുക്ക് ഇത്രയും പേർക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും സ്നേഹത്തോടെ TBFൻ്റെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് ഇന്ന് പാട്ട് പാടുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളുണ്ട്, അവരെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വചനം ശുശ്രൂഷിക്കുന്നത് വളരെ ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ, നമ്മുടെ പ്രിയപ്പെട്ട പോൾ രാജാണ്. തന്നെയും ഈ മീറ്റിങ്ങിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി ചെങ്കച്ചുള സഭയിലെ സഹോദരൻ ജിജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി മഹത്വപ്പെടുത്തുന്ന കർത്താവേ, പകൽക്കാലം കർത്താവേ സ്ഥലങ്ങളിലിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചു കർത്താവെ. അതിനുശേഷം ഇന്നും അതുപോലെ നടത്തുന്ന ഈ മീറ്റിങ്ങിന് ഒരുമിച്ച് വന്ന് പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിനായി ഒരുക്കി ദൈവവചനം കേൾക്കുവാൻ കർത്താവെ, അനേക ഗാനങ്ങൾ കേട്ട് മഹത്വപ്പെടുത്തുവാൻ തിരുനാമ മഹത്വമായി തീരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന കുറവോ ബലഹീനതകളൊന്നും ഓർക്കാതെ അവിടുത്തെ തിരുനാമ മഹത്വമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷിക്കുന്ന ദൈവജനം ശുശ്രൂഷിക്കുന്ന പ്രിയ പോൾരാജ് ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ക്രൂശിൻ്റെ മറവിൽ നേറിയ നിശ്ചയത്തോട് സംസാരിപ്പാനുള്ള ദൈവകൃപയും ദൈവം നൽകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ തിരുനാമം എന്നേക്ക് ഉയർത്തപ്പെടുവാൻ സഹായിക്കണം. വരുന്ന ദിവസങ്ങൾ കർത്താവിനെ കൂടുതൽ മഹത്വപ്പെടുത്തി ശക്തീകരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നവരെയും തക്ക സമയത്ത് വരുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ അവരെ തന്നെ വഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, എല്ലാം ചന്ദ്രിതമായി തീരുവാൻ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രത്തോളം പ്രാർത്ഥിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് കേൾക്കണം മുൻപുള്ള നല്ല പിതാവാം ദൈവമേ, ആമേൻ. തുടർന്നുള്ള സമയം നമുക്ക് ഒരു 3-4 ആത്മീയ ഗാനങ്ങൾ പാടി കേൾക്കാം. നമ്മുടെ കർത്താവ് എത്രമാത്രം പാട്ടുപാടി പുകഴ്ത്തുവാൻ ഉയർത്തുവാൻ യോഗ്യനാണ്. ഒരു ഗാനം പോലും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം രചിച്ചിട്ടില്ല. എന്നാൽ തന്നെക്കുറിച്ച് ലക്ഷോപലക്ഷം ഗാനങ്ങൾ എഴുതുവാനും പാടുവാനും ഇടയായിക്കൊണ്ടിരിക്കുന്നു. കാരണം അവൻ അത്രയ്ക്ക് ഉന്നതനായ ദൈവമാണ്. അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെപ്പോലെ ഉന്നതൻ മറ്റാരുമില്ല. അവനെപ്പോലെ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവം ആരുമില്ല. പാടിപ്പുകഴ്ത്തുവാൻ യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കർത്താവിനെ ഉയർത്തുന്ന ഒരു ഗാനം നമുക്കിപ്പോഴും ആദ്യം പാടി കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ ഫേബ ജോയ് നമുക്ക് വേണ്ടി ഇപ്പോഴും പാട്ട് പാടുന്നതായിരിക്കും. ഉന്നതൻ നീ അത്യുന്നതൻ
അതിശയവാനായ നമ്മുടെ കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയ ഫേബയെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യരെക്കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത് മനുഷ്യൻ പരാശ്രയ ജീവിയാണ്. എന്നാൽ ആത്യന്തികമായിട്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആശ്രയം ആരായിരിക്കണം? ഈ ഭൂമിയിലുള്ള നമ്മുടെ ആശ്രയ കേന്ദ്രങ്ങളെല്ലാം കുറച്ച് സമയത്തേക്ക് നമുക്ക് ഉപകാരം ചെയ്യുന്നതാണെങ്കിൽ എല്ലായ്പ്പോഴും നമുക്കത് ഉപകരിക്കണം നിർബന്ധമില്ല. ഈ ഭൂമിയിലെ ആശ്രയ കേന്ദ്രങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നതാണ്. എന്നാൽ ക്രിസ്തു ഭക്തൻ ഇങ്ങനെ പാടി, യേശുവിലുള്ള ആശ്രയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം. കർത്താവേ, നീയല്ലാതെ എനിക്ക് ആശ്രയിപ്പാൻ ചാരുവാൻ മറ്റാരുമില്ല എന്ന് എപ്പോഴാണ് ഒരാൾ പറയുന്നത്, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ എന്നുള്ളത്. നമ്മളെല്ലാവരും അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും കർത്താവിൽ ചാരി മുമ്പോട്ട് പോകുന്നവരാണ്. അതിന് യാതൊരു സംശയവുമില്ല. ആ ആശ്രയത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ ഇനി നമ്മൾ കേൾക്കുന്ന പാട്ട് മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ യേശുവല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള ഗാനം പുല്ലാന്നുള്ള സഭയിലെ അക്സ ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. യേശുവല്ലാതില്ലേനിക്കൊരാ
നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും വളരെ സേഫായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കണ്ടെത്തുവാനും അതിൻ്റെ അകത്താകുവാനും നാം ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിലെ വലിയ VIPs, ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മനുഷ്യനിർമ്മിതമായ ശക്തമായ സുരക്ഷിതത്തിൻ്റെ വലയത്തിനകത്താണ് അവരെപ്പോഴും കഴിയുന്നത്. എന്നാലും നമുക്കെല്ലാവർക്കും അറിയാം, ആ സുരക്ഷിതത്വങ്ങളെല്ലാം താൽക്കാലികമാണ്. എത്രയോ വലിയ വലിയ ഈ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾക്കകത്ത് താമസിച്ചവർ അപകടത്തിൽപ്പെട്ട് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും പറയാൻ, ധൈര്യത്തോട് പറയാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ കർത്താവിൻ്റെ ഉള്ളം കരം. ആ കരങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു പറിക്കുവാൻ, അവിടെ നിന്നും നമ്മെ വേർപിരിക്കുവാൻ ഈ ലോകത്തിലെ ഒരു സാങ്കേതിക വിദ്യയ്ക്കും ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതൊരു പരമ യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും അഭിമാനം അതാണ്, നമ്മുടെ എല്ലാവരുടെയും ധൈര്യം അതാണ്. കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അവൻ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഈ ആശയം വരുന്നൊരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. മറ്റൊരു അക്സ നമ്മുടെ മധ്യമുണ്ട്. അക്സ സന്തോഷ് നമുക്ക് വേണ്ടി ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നു. തള്ളിക്കളയാതെ
നാം പാടിക്കേട്ടതുപോലെ ഒരു കാരണവശാലും നമ്മെ തള്ളിക്കളയാത്ത ഒരു നല്ല കർത്താവിനെയാണല്ലോ നാം പിൻപറ്റുന്നത്. വളരെ ആത്മാർത്ഥതയോടുകൂടെ പിന്നെയും ഈ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും നമ്മുടെ നാളുകൾ കഴിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകം അനേക ഭീകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ലോകമാണ്. 2019 നമുക്കറിയാം, ലോകം മുഴുവനും കോവിഡ് എന്ന് പറയുന്ന ആ വലിയ രോഗവ്യാപനത്തിൻ്റെ പിടിയിലമർന്നു. അങ്ങനെ അനേക ഭീകരമായ സംഭവവികാസങ്ങളെ ലോകം നേരിട്ടിട്ടുണ്ടെങ്കിലും ഭാവിയിൽ നമുക്കറിയാം ലോകം മുഴുവനും അതിഭീകരമായ ഒരു സംഭവ വികാസത്തെ നേരിടാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവാണ്. ലോക മനുഷ്യർക്ക് അതൊരു ഭീകരമായ സംഭവമാണെങ്കിൽ കർത്താവിൻ്റെ മക്കളായ നമുക്ക് നമ്മുടെ ഭാവി പ്രത്യാശയാണ്. കൺകുളിർക്കെ നാം കാത്തുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ മധ്യാകാശത്തെ ആ വരവ്. അത് നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ പ്രത്യാശയാണ്. അതാണ് നമ്മുടെ ധൈര്യവും നമ്മുടെ ഊർജവും നമ്മുടെ എല്ലാം. ആ പ്രത്യാശയെ ഉണർത്തുന്ന ഒരു ഗാനം കൂടെ പാടി നമ്മുടെ ഇന്നത്തെ ഗാന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിരിക്കും. കൊട്ടാരക്കരയിലെ കർത്തൃദാസൻ സന്തോഷ് മാത്യു അവറുകൾ നമുക്ക് വേണ്ടി ആ ഗാനം ഇപ്പോൾ ആലപിക്കുന്നതാണ്. ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ സത്യമനോഹരനാം മണാള തൊൽക്കര ശീതല തന്നൽ സത്യമനോഹരനാം മണാള തൊൽക്കര ശീതള തന്നൽ എന്നിനി വീശും ചുടുനീർ ചുടിയും എന്നിനി വീശും ചുടുനീർ ചുടിയും കണ്ണുകളെ കഴുകാനായി ആ കണ്ണുകളെ കഴുകാനായി ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ
എന്തിനി താമസം വരുവാൻ പ്രിയ വെന്തുരുകുന്നകത എന്തിനി താമസം വരുവാൻ പ്രിയ വെന്തുരുകുന്നകത കാന്താനിൻ കാന്തി ചിന്തിടും മുഖം കണ്ട് കാന്താനിൻ കാന്തി ചിന്തിടും മുഖം കണ്ട് അന്തരംഗം കുളിർത്തിടാൻ എൻ അന്തരംഗം കുളിർത്തിടാൻ ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പര ആശയെനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ പൊന്നുഷ സൂതിക്കും നീതി ദിവാകര കിരണം ചൊരിയും നീലേ പൊന്നുഷ സൂതിക്കും നീതി ദിവാകര കിരണം ചൊരിയും നീലേ കഷ്ടത തീരും കണ്ണുനീർ തോരും കഷ്ടത തീരും കണ്ണുനീർ തോരും തഞ്ജനം കൂടെന്നും വാഴും ആ നിത്യസന്തോഷത്തിൽ വാഴും ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയെനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയെനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ പാടിക്കേട്ട് നാം ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയായിരുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. പാടിയ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ടല്ല നാം കൂടി വന്നിരിക്കുന്നതെങ്കിൽ പോലും ഇന്നത്തെ മീറ്റിങ്ങിനെ സ്പെഷ്യലാക്കാൻ ഒരു ചെറിയ കാരണമുണ്ട്. നമുക്കറിയാം, TBFൻ്റെ ഈ വേദിയിൽ അനേക പ്രഗത്ഭരായ ദൈവദാസന്മാർ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. അതിലെൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സഹോദരനാണ് ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നത്. പ്രിയ പോൾ രാജ് SP. താൻ പൂവാറിൻ്റെ അടുത്ത് വ്രാലി സഭാംഗമാണ്. അപ്പോൾ തന്നെ പുല്ലാന്തുവിള സഭയോടുള്ള ബന്ധത്തിൽ താൻ സഹകരിച്ചു വരുന്നു. അതിന് കാരണം തൻ്റെ അമ്മയുടെ അനുജത്തി റീന സഹോദരി ആ സഭയിൽ അംഗമാണ്. ആ കാരണത്താൽ ആ കുടുംബവുമായിട്ടും ആ സഭയുമായിട്ട് പോളിന് വളരെ സജീവമായ ബന്ധമുണ്ട്. രണ്ട് വാക്ക് പോളിനെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ താൻ പ്രായത്തിൽ ചെറുപ്പക്കാരനാണ്, എങ്കിലും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ താൻ വളരെ ഉത്സാഹിയാണ്. തൻ്റെ പിതാവിനെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയുന്നില്ലെങ്കിലും മിക്കവാറുള്ളവർ അറിയുന്നതാണ്. ചില നാളുകൾക്ക് മുമ്പ് തൻ്റെ വേല തികച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ താനിപ്പോൾ വിശ്രമിക്കുകയാണ്. താൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും തൻ്റെ മരണവേളയിൽ തൻ്റെ അടക്ക ശുശ്രൂഷയിൽ സംബന്ധിച്ചവർക്ക് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടത്, താൻ കേവലം ഒരു ജോലിക്കാരനായിരുന്നില്ല, ഒരു സുവിശേഷ
മകൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ സ്വദേശത്തും അതുപോലെ സ്വന്തം നാട്ടിലും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു സഹോദരനാണ് സെൽവരാജ് അവറുകൾ. തൻ്റെ ഓട്ടം തികച്ച് താനെന്ന് ദൈവത്തിന് വിശ്രമിക്കുന്നു. തൻ്റെ മകനാണ് പ്രിയ പോൾ. തൻ്റെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൻ ആത്മീകമായിട്ട് നിലകൊള്ളണം. തൻ്റെ പിതാവ് പറയാറുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, പോളിലൂടെ തന്നെയാണ് ഞാൻ കേട്ടത്. ഭൗതികമായ പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും ആത്മീകമായിട്ട് നിലനിൽക്കാൻ വേണ്ടി എല്ലാ ഉത്സാഹവും കഴിക്കണമെന്നുള്ളത്. ഒരു പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നും അങ്ങനെ നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചെറുപ്രായത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്നെ ഒരുക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ പോൾ രാജ് തുടർന്നുള്ള സമയം നമുക്ക് ആവശ്യമായ വചനത്തിൻ്റെ ആലോചന പങ്കിട്ട് തരുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പോലും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അത് പോൾ രാജിനോടുള്ള ബന്ധത്തിൽ പ്രിയ ചെറുപ്പക്കാരനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് തീർച്ചയായിട്ടും അതൊരു പ്രോത്സാഹനമായിരിക്കും. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ പോൾ രാജ് മുമ്പോട്ട് കടന്നു വന്ന വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് നിങ്ങളുടെ മധ്യേ നിൽപ്പാൻ ദൈവം നൽകിയ അവസരത്തെ ഞാൻ ദൈവത്തിങ്കൽ നന്ദി കരയേറ്റുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു സന്ദർഭത്തിൽ എന്നെ ഇങ്ങനെ ക്ഷണിച്ച TBF പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല എൻ്റെ പിതാവിനെക്കുറിച്ച് ഇങ്ങനെ പറയുമെന്നത്. അതൊരു സർപ്രൈസായിരുന്നു. എങ്കിൽ തന്നെയും എനിക്കും കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോകുവാൻ ദൈവം ഇന്നുവരെയും അവസരം നൽകി. ഇനിയും പിന്നാലെയുള്ള യാത്രയിലും നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ഇത്രത്തോളം നിലനിർത്തിയത് വിശ്വാസികളുടെ ആ ഒരു സഹകരണം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, രക്തബന്ധത്തെക്കാൾ വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ് വിശ്വാസികളുടെ ആ ഒരു ബന്ധം. കാരണം ഇത് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു ബന്ധമാണ് ക്രിസ്തു നമുക്ക് തൻ്റെ രക്തത്തിൽ കൂടെ പണി കഴിപ്പിച്ച് തന്നത്. ഇന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇന്നിവിടെ കുട്ടികൾ പാടിയ പാട്ടെല്ലാം വളരെയധികം എൻ്റെ വിഷയത്തിനെ അനുകൂലിക്കുന്ന പാട്ടുകളായിരുന്നു. കാരണം അത്രയധികം ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം കുട്ടികളുടെ ആ മനോഹരമായ വാക്കുകൾ ആ ഒരു ഗാനങ്ങളിൽ കൂടെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് പറ്റി. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഒരു ചെറിയൊരു ചോദ്യത്തോടെ ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ഭൂമിയിൽ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഭൂമിയിൽ എത്ര തരം മതവിഭാഗങ്ങളാണുള്ളത്? ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ഉത്തരം വളരെയധികം 1, 2, 3 അല്ലെങ്കിൽ ഏറിയാൽ 10 എന്നൊക്കെ ആയിരിക്കാം. എന്നെ ഏറെ ചില നാളുകളായിട്ട് എന്നെ വളരെയധികം ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഒരു ചോദ്യത്തിന് ഞാൻ ഇങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയത്. വേൾഡ് റിലീജിയസ് ഡേറ്റാബേസിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ഏകദേശം 4200-ൽ പരം മതവിഭാഗങ്ങൾ ഇന്ന് നിലനിൽപ്പുണ്ട്. എങ്കിൽ തന്നെയും സ്ഥിരീകരിക്കാത്ത കണക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്: 4000 മുതൽ 10000 വരെ മതവിഭാഗങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നതാണ്. എന്നാൽ എന്നെ ഏറെ ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. അതായത് ഈ മതവിഭാഗങ്ങളുടെ മധ്യേ, ഈ 4000 പരം മതവിഭാഗങ്ങളുടെ മധ്യേയും ചില തേഞ്ഞു മാഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഇന്ന് നിലനിന്നിരുന്നു എന്ന് പോലും ഒരു തരത്തിലും ശേഷിപ്പ് വയ്ക്കാതെ കടന്നുപോയ പല മതവിഭാഗങ്ങളുണ്ട് എന്നും ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആദിമ കാലഘട്ടം മുതലേ നിലനിന്ന് പലവിധത്തിലുമുള്ള കഷ്ടതയിലും അല്ലെങ്കിൽ സഹിഷ്ണുതയിലും എല്ലാം തരണം ചെയ്ത് നിലനിന്ന് വന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദിമ നൂറ്റാണ്ടിലെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ക്രിസ്തീയ വിഭാഗം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് മതവൽക്കരിച്ച ഒരു പേരായിട്ട് മാറുകയുണ്ടായി. എങ്കിൽ തന്നെയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എല്ലാ നൂറ്റാണ്ടിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെല്ലാവരും ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ ഇന്ന് ചൈനയിലും അഫ്ഗാനിസ്ഥാനിലും നൈജീരിയയിലും ഒക്കെ നടക്കുന്ന കൊടും പീഡകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ട് അവർ ഇങ്ങനെ നിലനിൽക്കുന്നു? അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ നമ്മുടെ കാലഘട്ടത്തെ പോലും രണ്ടായി വേർപിരിച്ച AD എന്നും BC എന്നും AD എന്നും വേർപിരിക്കത്തക്ക നിലയിൽ അത്രത്തോളം സാന്നിധ്യം ഈ ഭൂമിയിൽ നിലനിർത്തുവാനായിട്ട് സാധിച്ച ഈ ക്രിസ്തുവിനെ ഈ മനുഷ്യർ എന്തുകൊണ്ട്
തൻ്റെ മരണം പോലും ഭയമില്ലാത്തവണ്ണം അവർ വില കൊടുത്ത് നിലനിൽക്കുന്നു. ഇത് വളരെയധികം ചോദ്യവും വളരെയധികം നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. എന്തുകൊണ്ട്, വൈ എന്നൊരു ചോദ്യം. എന്നാൽ ഇതിനുള്ള ഉത്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന നമ്മുടെ ബൈബിൾ തന്നെ പലപ്പോഴും ഇതിന് ഉത്തരം തരാറുണ്ട്. അതിൽ ഏറെ കാരണമായി എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത് നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ട് പോയ പ്രോമിസുകളിൽ ഒന്നാണ്. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രോമിസ് ഇത്രത്തോളം ഈ ഭൂമി ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു? ഒന്നാമത്തെ കാരണം നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും, ക്രിസ്തു വാക്ക് മാറാത്തവനാണ്, അല്ലെങ്കിൽ നമ്മുടെ ദൈവം വാക്ക് മാറാത്തവനാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം ഇങ്ങനെയാണെങ്കിൽ ദൈവാത്മാവ് പ്രവാചകന്മാരിൽ കൂടെ എഴുതി, ഞാൻ ഈ ഭൂമിയിൽ വരും, മരണത്തിന് വേണ്ടി മരിക്കുമെന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരം എടുക്കുന്നു, ഈ ഭൂമിയിൽ കൃത്യസമയത്ത് കൃത്യമായ നിലയിൽ പറഞ്ഞ രീതിയിൽ വരുന്നു, ജനിക്കുന്നു. അവിടെയും ക്രിസ്തു വാക്ക് മാറിയില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം അക്കമിട്ട് ഒരു തരത്തിലും ഒരാളുടെ പോലും ജനനവും മരണവും ഇത്ര വ്യക്തമായി കാലങ്ങൾക്ക് മുൻപേ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. എങ്കിൽ തന്നെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ജീവചരിത്രം ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് പ്രവാചകന്മാരിൽ കൂടെ എഴുതിയതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള ആ ജീവചരിത്രം നമ്മളെ സാക്ഷീകരിക്കുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം, താൻ മരിക്കുമെന്ന് പറഞ്ഞു, അത് സംഭവിച്ചു. അതിനോടൊപ്പം തന്നെ 3 ദിവസത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ ഉയർപ്പും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് പാലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ ദൈവികത 100% എന്ന് തെളിയിച്ചുകൊണ്ട് ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ജയിക്കുന്നതായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ക്രിസ്തുവിൻ്റെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, ബൈബിളിലെ 98% പ്രവചനങ്ങൾ ഇതിനോടകം തന്നെ നിവർത്തീകരിക്കപ്പെട്ടു. ഇനി കേവലം ചില പ്രവചനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനം അർഹിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ഓർത്തതുപോലെ ക്രിസ്തുവിൻ്റെ 2ാം വരവ്. ഈ ലോകത്തിനും ഈ ഭൂമിക്കും എല്ലാം അതൊരു പ്രയാസം അല്ലെങ്കിൽ അതൊരു ഭീതിയാണെങ്കിൽ അതൊരു പ്രത്യാശയും നമുക്കത് നിലനിൽക്കുവാനായി, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് വളരെയധികം ഉത്സാഹം പകരുന്ന ഒന്നാണ്. എങ്കിൽ തന്നെയും ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ആ ഒരു പ്രോമിസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് ഇങ്ങനെയാണ് ഓർക്കുവാനായിട്ടുള്ളത്. ദൈവത്തിൻ്റെ ചില പ്രോമിസുകൾ, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചില പ്രോമിസുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യേ ഈ ഒരു സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ടൊക്കെ തന്നെ ഞാനൊരു 5 പ്രോമിസുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്, 5 എണ്ണം മാത്രമേ കണ്ടെത്തുവാൻ സാധിച്ചുള്ളൂ എന്നത് ഒരു കാരണവശാലുമല്ല. ഇത് കടലിലെ 5 തുള്ളിയോട് സമം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം അത്രയേറെ ദൈവം വാക്കിൽ വിശ്വസ്തത പാലിക്കുന്ന ദൈവം അത്രത്തോളം പ്രോമിസുകൾ നമുക്ക് ഈ ഭൂമിയിൽ നൽകി താൻ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കർത്താവായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് നൽകിയ 5 പ്രോമിസുകൾ. അതിൽ ഒന്നാമതായിട്ട് ഞാനിങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, സങ്കീർത്തനങ്ങൾ 121 അധ്യായം അതിൻ്റെ 7-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 121 അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 2 വാക്കുകൾ എന്നെ വ്യക്തിപരമായി വളരെയധികം സ്പർശിച്ചു. അതിലൊന്ന് തട്ടാതെ വണ്ണം. തട്ടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വലിയ മുറിവോ വളരെയധികം വേദനയോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തിനെ സ്പർശിച്ച് കടന്നു പോകുന്ന ഒരു കാര്യത്തെയാണ് തട്ടുക എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിലും അത് പ്രയാസം നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതൊരു തരത്തിലും ആഘാതം ഏൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിൽ തന്നെയും ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത് തട്ടത്തില്ല, അതായത് അത്രത്തോളം ദൈവം നമ്മളെ പരിപാലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നാലെ അടുത്ത് നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും, നിന്നെ പരിപാലിക്കും. ഈ നിന്നെ പരിപാലിക്കും എന്ന വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിച്ചത്, ദ ലോർഡ് ഷാൽ പ്രിസർവ് ദി ഫ്രം ഓൾ ഈവിൾ എന്നാണ് ഞാൻ കണ്ടത്. ഈ പ്രിസർവേഷൻ എന്ന പദം അല്ലെങ്കിൽ ദൈവാത്മാവ് ഇവിടെ ഉപയോഗിച്ചത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വ്യക്തിപരമായ ബൈബിൾ പഠനത്തിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാറ്, എന്തുകൊണ്ട് ദൈവം ഈ ഒരു വാക്ക് ഇവിടെ ഉദ്ദേശിച്ചു? ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ഞാൻ തേടി ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഡിക്ഷണറിയിൽ ഇങ്ങനെ തിരക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. ടു കീപ് സംതിങ് ആസ് ഇറ്റ് ഈസ്. അതായത് ഒരു വസ്തു എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നതിനെയാണ് പ്രിസർവ് അല്ലെങ്കിൽ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ആ പ്രിസർവേഷനോടൊപ്പം പറയുന്നുണ്ട്, അത് ഡാമേജ് ചെയ്യപ്പെടാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടാതെ ഇരിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി ഒന്നിനെ പ്രിസർവ് ചെയ്തു വച്ചിരിക്കുന്നു. ദ്രവിച്ചു പോകാതെ അല്ലെങ്കിൽ കേടുവരാതെ നശിച്ചു പോകാതെ ഒന്നിനെ സൂക്ഷിച്ചു വയ്ക്കുന്നതിനെ നമുക്ക് പ്രിസർവ് ചെയ്തു വയ്ക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ പ്രിസർവേഷന് ഒരു ഉത്തമമായ ഉദാഹരണം നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും.
ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വൈൻ ബോട്ടിൽ കണ്ടെത്തുകയുണ്ടായി. ആ വൈൻ ബോട്ടിന് ഏകദേശം 2000 പരം വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത്. ഈ വൈൻ ബോട്ടിലിന് 2000 പരം വർഷങ്ങളുള്ള ഈ വൈനിന് വൈറ്റ് വൈൻ ഇനങ്ങളിൽപ്പെട്ട ഒരു വൈൻ ബോട്ടിലായിരുന്നു. സ്പൈറൽ വൈൻ ബോട്ടിൽ എന്ന് പേര് നൽകിയ ഈ വൈൻ ബോട്ടിലിന് ഇന്നത്തെ വിലയനുസരിച്ച് 7.5 കോടി രൂപയും, അതായത് $1 മില്യൺ വിലയുണ്ട്. എങ്കിൽ തന്നെയും ഇതിൻ്റെ റിസർച്ച് എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെയാണ് പറഞ്ഞത്, ഈ വൈൻ നമുക്ക് ഇന്നും ഉപയോഗിക്കുവാനായിട്ട് പറ്റും. അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത്, അന്ന് ഇത് നിർമ്മിച്ചത് ആരാണെന്ന് അവർക്കറിയത്തില്ല, പക്ഷെ നിർമ്മിച്ചയാൾ ഇതിനെ അത്രത്തോളം സുരക്ഷിതമായിട്ട് പ്രിസർവ് ചെയ്തു വച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളെ ദൈവം ഇതിനേക്കാൾ ഏറെ സുരക്ഷിതമായാണ് നമ്മളെ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ സങ്കീർത്തനം 91 അധ്യായം ദൈവം ഒരു ദൈവാത്മാവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മകന് നൽകുന്ന ആ ഒരു സംരക്ഷണം എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്നു. വിലാപങ്ങൾ 3:22 നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അതായത് നമ്മളോട് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, നാം നശിച്ചു പോകാതിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ദയയാണ്. നമ്മൾ ഓരോരുത്തരും മുടിഞ്ഞു പോകാതിരിക്കുന്നത് നമ്മുടെ ദയയാണ്. ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദയ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഈ ചരിത്രത്തിൽ തന്നെ മറഞ്ഞുപോയ അല്ലെങ്കിൽ മാഞ്ഞുപോയ പലരിലും ഒരാളായി മാറിയേനെ നമ്മുടെ വിഭാഗവും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യദൈവത്തിൻ്റെ ആ ഒരു നിത്യമായ അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത ആ ഒരു കരുതലാണ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ബലവാന്മാരായി ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു പ്രദേശത്ത് ഇത്രയും ചില അംഗങ്ങൾ ഇത്രയും ഒരു ചെറിയ ഇടത്ത് ഇരിക്കുന്നതിന് പോലും മുഖ്യ കാരണമായി നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനം കാണുവാനായിട്ട് സാധിക്കും. വ്യക്തിപരമായും സമൂഹപരമായും ക്രിസ്തുവിൻ്റെ പരിപാലനം ചരിത്രം മുതൽ തന്നെ അതിനെ പ്രസിദ്ധമാക്കി വരുന്നു. ഒരുപക്ഷെ പരിപാലനമില്ലായിരുന്നു എങ്കിൽ എതിർത്തവരുടെ മധ്യയെ നശിച്ചു പോയേനെ, എതിർത്തവരുടെ മധ്യയെ നമ്മൾ ഓരോരുത്തരും തോറ്റുപോയേനെ. എന്നാൽ എതിർത്തവരെ തകർത്തിട്ട് പകരം സംരക്ഷിച്ച ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും. ഈ നീറോ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ ഇന്ന് ചരിത്രം കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല. ഒരു ക്രൂരൻ എന്നൊക്കെയാണ് ഇന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നതെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും വളരെയധികം ഇന്നത്തെ സമൂഹത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെങ്കിൽ അതെന്നും നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനവും വീണ്ടെടുക്കപ്പെട്ട മക്കളുമാണ്. കാരണം ഒരു പിതാവും ഒരു മകനെയും അല്ലെങ്കിൽ ഒരു മകളെയും തള്ളിക്കളഞ്ഞ ചരിത്രം ഈ ലോകത്തിലില്ല. അത്രത്തോളം സംരക്ഷണം ഒരുക്കുന്നു കർത്താവായ യേശു ക്രിസ്തു. നമ്മളിങ്ങനെ വായിക്കുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് ഒരു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അത്രത്തോളം പ്രാധാന്യവും അത്രത്തോളം സംരക്ഷണമാണ് ഒരു ദൈവമകൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തരും കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രോമിസായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1 യോഹന്നാൻ 5 അധ്യായം അതിൻ്റെ 14 വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 5 അധ്യായം അതിൻ്റെ 14 വാക്യം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപേക്ഷകൾ കേൾക്കുന്ന ഒരു ദൈവം. അതായത് ഈ അപേക്ഷകൾ കേൾക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം മനുഷ്യർ ഉടനീളം ഓടുന്നത് ഒരു അപേക്ഷ ഒരാളുടെ മുൻപിൽ സമർപ്പിക്കാനാണ്. അതൊരു പക്ഷേ ഭരണകർത്താവിൻ്റെ മുൻപിലായിരിക്കാം, ഒരുപക്ഷേ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിലായിരിക്കാം. അപേക്ഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ അപേക്ഷ കേൾക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ നമുക്കുള്ള ധൈര്യം, അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു കോൺഫിഡൻസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ അതിനായിട്ടൊരു ഉത്തമമായ ഉദാഹരണം ഞാൻ ബർത്തിമായിയെ കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെ ബർത്തിമായുടെ ആ ഒരു കുരുടനായ ബർത്തിമായെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ബർത്തിമായെക്കുറിച്ച് ആ ഒരു 46 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബർത്തിമായെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ തൻ്റെ പിതാവിൻ്റെ പേരിനോടൊപ്പമാണ്. പിന്നാലെ ബർത്തിമായുടെ ആ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നത് ബർത്തിമായി ഒരു കുരുടനുമാണ്, അതിനോടൊപ്പം ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ബർത്തിമായി ഇരിക്കുന്നതാകട്ടെ ജെറീക്കോ എന്നൊരു നഗരത്തിലും, അതായത് എരിഹോവ് പട്ടണത്തിൽ. ഈ ചരിത്രത്തിൽ നമ്മൾ തിരയുമ്പോൾ എരിഹോവ് പട്ടണത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ചരിത്രത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത്
അന്നത്തെ വ്യാപാരവും വാണിജ്യവും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു കേന്ദ്രമാണ് ജെറീക്കോ നഗരം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ജെറുസലേമിനെയും ഈസ്റ്റേൺ പാർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു കേന്ദ്ര ബിന്ദുകളിൽ ഒന്നായിരുന്നു ഈ ഒരു നമ്മുടെ ജെറീക്കോ നഗരം എന്ന് നമുക്ക് കാണാം. അതിനോടൊപ്പം ആദ്യമായി ചരിത്രത്തിൽ തന്നെ ചുറ്റപ്പെട്ട മതിലുകളാൽ സംരക്ഷിക്കപ്പെട്ട നഗരം എന്നറിയപ്പെട്ടത് കൊണ്ടിരുന്നതും ജെറീക്കോ നഗരമായിരുന്നു. അതിനോടൊപ്പം എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇങ്ങനെയാണ് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരിടമായിരുന്നു ജെറീക്കോ നഗരം. അതിനോടൊപ്പം ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരിടമായിരുന്നു ജെറീക്കോ നഗരം. നല്ല നല്ല മെഡിസിനുകൾ അല്ലെങ്കിൽ മരുന്നുകൾ, അന്നത്തെ കാലത്ത് ഏറ്റവും മേൽപന്തിയിൽ നിൽക്കുന്ന മരുന്നുകൾ, മുൻതൂക്കത്തിൽ നിൽക്കുന്ന മരുന്നുകൾ അന്ന് ഈ ജെറീക്കോ നഗരത്തിൽ കിട്ടുമായിരുന്നു. അതിനോടൊപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും മേൽത്തരമായ റൂമുകൾ അല്ലെങ്കിൽ വാസയോഗ്യമായ സ്ഥലങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതും ഈ ജെറീക്കോ നഗരത്തിലാണ്. എന്നാൽ ഈ ബർത്തിമായുടെ ഈ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പാർപ്പിടമില്ലാതെ ഈ ഒരു ഭിക്ഷയാചിക്കുന്ന ഒരു ബർത്തിമായെയാണ്, ഈ റോഡിനരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു ബർത്തിമായെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുന്ന ഒരു ബർത്തിമായെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മരുന്നുകൾ, വളരെയധികം മേൽത്തരമായ മരുന്നുകൾ ഉണ്ടായിരുന്നിട്ട് പോലും കാഴ്ചയ്ക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ താൻ ഇന്നും കുരുടനായിട്ട് ആ തെരുവീതിയിൽ ശേഷിക്കുന്നതായിട്ട് നമ്മളെ ഈ ദൈവിക വചനം ഓർപ്പിക്കുന്നു. എന്നാൽ ഈ ഒരു ബർത്തിമായുടെ ആർക്കും വേണ്ടാതെ കുടുംബം തള്ളിയ, നാട് തള്ളിയ ഈ ബർത്തിമായുടെ അപേക്ഷ കേൾക്കുന്ന ഒരൊറ്റ വ്യക്തിയെ നമുക്ക് ഈ ബൈബിൾ ലോക ചരിത്രത്തിൽ കാണുവാനായിട്ട് പറ്റുമെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതായത് നമ്മുടെ പിതാവ്, നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ. അതാണ് സ്റ്റാറ്റസ് നോക്കാതെ, വലിപ്പ ചെറുപ്പം നോക്കാതെ, ആരെന്നുള്ളതും അവനിൽ നിന്ന് എന്ത് കിട്ടുമെന്നും നോക്കാതെ സ്നേഹിച്ച ഈ ചരിത്രത്തിലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു എന്ന് ഞാൻ ഇന്നും സാക്ഷീകരിക്കുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തു വാക്കുമാറാത്തവനും വിശ്വസ്തനുമാണ്. അതിനോടൊപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും, ഈ ബർത്തിമായുടെ അപേക്ഷ കേൾക്കുവാൻ അന്ന് ഒരു ധനികന്മാരും തയ്യാറായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അതേപോലെ ഒരു വൈദ്യന്മാർക്കും ഈ ഒരു രോഗത്തെ സൗഖ്യം കൊടുക്കുവാനായിട്ടും സാധിച്ചില്ല. ഭരണാധികാരികൾ തൻ്റെ അപേക്ഷ കേട്ടിട്ടുണ്ടാകാം, കേൾക്കാതെയും ഇരുന്നിട്ടുണ്ടാകാം. എന്തെന്നുള്ളൊരു വ്യക്തത നമുക്കിവിടെ കിട്ടുന്നില്ല. എങ്കിൽ തന്നെയും താൻ എല്ലാവരാലും ത്യജിക്കപ്പെടുമ്പോഴും തനിക്കൊരു അഭയം നൽകിയത്, തൻ്റെ അപേക്ഷ കേട്ടത് ആരെന്ന് നമ്മൾ നോക്കുമ്പോൾ ബർത്തിമായ്ക്കൊരു അപേക്ഷ നൽകിയത് മനുഷ്യാവതാരം എടുത്തു വന്ന ദൈവമാണ് എന്ന് നമുക്ക് കാണാം. അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിനോട് മറ്റു പല ആളുകളൊക്കെ നമ്മളോട് ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ഇത്രത്തോളം ജീവൻ നൽകിയും സ്നേഹിക്കുന്നത്? അതിൻ്റെ ഒറ്റ ഉദാഹരണം, ക്രിസ്തുവിൻ്റെ മുൻപിൽ വലിപ്പ ചെറുപ്പമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ഇവന് എത്രത്തോളം പണമുണ്ട്, കീശയുടെ വലിപ്പം ക്രിസ്തു നോക്കാറില്ല. ക്രിസ്തു നോക്കുന്നത് അവൻ്റെ മനസ്സാണ്. ഈ ബർത്തിമായുടെ തൻ്റെ ആ ഒരു കുരുട അല്ലെങ്കിൽ ആ ഒരു കണ്ണിന് കാഴ്ച നൽകിയതിന് ശേഷം ബർത്തിമായി ക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന് ആ ഒരു 52-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസാന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് അവനെ അനുഗമിച്ചു. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ പ്രോമിസുകളിൽ ഒന്നാണ് അവൻ നമ്മുടെ അപേക്ഷകൾ കേൾക്കും. അതിനോടൊപ്പം ആ 1 യോഹന്നാൻ 5:15 നമുക്ക് ഇങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു. അതായത് അപേക്ഷകൾ കേൾക്കുന്നൊരു ദൈവം മാത്രമല്ല നമ്മുടെ ദൈവം. അപേക്ഷകൾ കേട്ട് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ കളയുന്ന ഈ നമ്മൾ ഇന്ന് കാണുന്ന പല ആളുകളെയും പോലെയല്ല കർത്താവായ യേശു ക്രിസ്തു. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അപേക്ഷകൾ കേൾക്കുന്നു, ഉത്തരം തരുന്നു. അതായത് നമ്മുടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരു പ്രോമിസുകളിൽ ഒന്നാണ്, ഞാൻ നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കും, അതിന് ഞാൻ ഉത്തരം തരും. അടുത്തതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ മറ്റൊരു പ്രോമിസ് നമുക്ക് നോക്കുവാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ഇവിടെ നമ്മൾ ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് സമാധാനം എന്ന വാക്ക്. ഒരു യുദ്ധം നടന്നാലും ജനങ്ങൾ ഈ സമാധാനത്തിന് വേണ്ടി, ഒരു പീസ് എഗ്രിമെൻറ്റിന് വേണ്ടി മനുഷ്യർ വിഭ്രാന്തി കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമാധാനം എവിടെ കിട്ടും എന്ന് തേടി അലയുന്ന മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു ജീവിത ശൈലിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സമാധാനം. എത്രയൊക്കെ തന്നെ പണമുണ്ടായാലും
ഒരു സമാധാനമില്ലെങ്കിൽ മനുഷ്യന് ഏതുമില്ല എന്ന് നമുക്ക് വ്യക്തമായി പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം ഇവിടെ സമാധാനം തരുന്നു എന്ന് പറയുമ്പോഴും ദൈവം മറ്റൊരു കാര്യം കൂടെ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല ഈ ഒരു സമാധാനം. എൻ്റെ ഈ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ വളരെയധികം സുഹൃത്തുക്കൾ എനിക്കുന്നുണ്ട്. നല്ലവരും അല്ലെങ്കിൽ വഴിതെറ്റി നടക്കുന്നതുമായിട്ടുള്ള നല്ല നല്ല സുഹൃത്തുക്കളെ എനിക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലൊക്കെ തന്നെയും അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ എനിക്കിത് സമാധാനം തരുന്നു എന്നാണ് അവരുടെ പല പ്രവൃത്തികൾക്കും അവർ ഉത്തരം കണ്ടെത്തുന്നത്. എന്നാൽ ഞാൻ അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യഥാർത്ഥ സമാധാനം തേടി അവർ നാശത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ഒരു കണക്കുകൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, 1,00,000 പേരിൽ 1,00,000 പേരിൽ 12 പേരോളം ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ മുഖ്യ കാരണമായി വരുന്നത് സമാധാനമില്ലാതെയാണ്. അതിനോടൊപ്പം മദ്യപാനത്തിലാണ് അവർ സമാധാനം തേടി യാത്ര ചെയ്യുന്ന ഒരു വിഭാഗം, ഒരു പറ്റം ആൾക്കാരെ നമുക്കിന്ന് ഇന്ത്യയിൽ കാണുവാനായിട്ട് സാധിക്കും. കാരണം ഇന്ത്യയിലെ 14.5% ആൺ വ്യക്തികൾ അല്ലെങ്കിൽ ഇന്ത്യൻ മെൻ അവർ മദ്യപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2.5% ഇന്ത്യൻ പെൺകുട്ടികളും മദ്യപിക്കുന്നതായിട്ട് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിനോടൊപ്പം ഡ്രഗ് യൂസ് ചെയ്യുന്നതിലും 4% ആണുങ്ങളും 1.5% പെണ്ണുങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം അവർ എവിടെയാണ് പോകുന്നത്? അവരെല്ലാം സമാധാനം തേടിയാണ് പോകുന്നത്. അതായത് ഇതിൻ്റെ എല്ലാം ഒടുക്കത്തെ അന്ത്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് കുറച്ചു നകലെയുള്ള RCCയിലായിരിക്കും. അതായത് ഇവരെല്ലാവരും വന്ന് അവസാനിക്കുന്നത് ഈ RCCയുടെ ആ ഒരു ബെഡിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലായിരിക്കും. എന്നാൽ ഞാൻ ഇന്നിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടു, ഈ ഡ്രഗ് യൂസ് ചെയ്തവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ്. അതായത് അവർ നല്ലപോലെ ഇരുന്നൊരു വ്യക്തി നശിക്കുന്നതായിട്ട് അവരുടെ ആഫ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി ചിരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെയും ചിരിപ്പിക്കുന്നതായിട്ട് കാണുവാം, കുരുടനെയും സൗഖ്യമാക്കുന്നതായിട്ട് കാണാം. അതായത് ഭൂമിയുടെ അന്ധത ബാധിച്ച ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ പ്രകാശം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്കൊരിക്കൽ കൂടെ ഓർക്കാം. അതായത് ദൈവം നമുക്ക് തരുന്ന മൂന്നാമത്തെ പ്രോമിസ് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. ആ സമാധാനത്തിനൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതായത് ഈ ഡ്രഗ് തരുന്നത് പോലെയുള്ള ഒരു ശാശ്വതമായ സമാധാനമല്ല, ഈ സൂസൈഡ് തരുന്നത് പോലെയുള്ള ഒരു ശാശ്വതമായ സമാധാനമല്ല, അല്ലെങ്കിൽ ഡ്രഗ്സ് തരുന്നത് പോലെയുള്ള ആ ഒരു ലഹരി പദാർത്ഥമല്ല. പകരം ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ സമാധാനമാണ്, ക്രിസ്തുവിൻ്റെ സമാധാനം, നിത്യമായ സമാധാനം, ഈ മരണത്തിനും അപ്പുറം നിലനിൽക്കുന്ന ഒരു സമാധാനമാണ് നമുക്ക് ദൈവം ഈ ഭൂമിയിൽ തന്നേച്ചു പോയത്. പലപ്പോഴും ഇവരെ ഈ ഒരു സമാധാനം പാഴാക്കി കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ശലോമോൻ ഇങ്ങനെ പറയുന്നത് പോലെ അവരൊക്കെ ഇതൊക്കെ ശരിയെന്ന് തോന്നുമെങ്കിൽ അവരുടെ അന്ത്യം മരണത്തിലാണ്. അതായത് ഇവരെല്ലാം പോയി അവസാനിക്കുന്നത് നമുക്ക് നിത്യമായ നരകത്തിലേക്ക്, അതിനോടൊപ്പം തന്നെ ഭൗതികമായ നഷ്ടങ്ങളെല്ലാം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ദൈവം നമുക്ക് സമാധാനം തരുന്നതാണ്. ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ, നീ എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതെന്ന് നമ്മളോട് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഞാൻ പറയുന്ന ഉത്തരങ്ങളിൽ ഒന്നതാണ്, അവൻ എനിക്ക് സമാധാനം തരുന്ന ഒരു ദൈവമാണ്. അല്ലാതെ കാശിൻ്റെ വലിപ്പം നോക്കി അവൻ സമാധാനം തരുന്ന ഒരുവനല്ല. എല്ലാ വ്യക്തികൾക്കും തുല്യമായ സമാധാനം പോയ ഒരു കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ദൈവം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന മറ്റൊരു പ്രോമിസുകളിൽ ഒന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. പലപ്പോഴും ഈ ദൈവങ്ങളുടെ അടുത്ത് പോകുമ്പോഴാണ് പല വ്യക്തികൾക്കും ആശ്വാസം നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവർ ഈ പലയിടങ്ങളിലും പോകുമ്പോഴാണ് അവരുടെ വലിപ്പത്തോടെ വന്ന് കീശ വളരെയധികം ചെറുതായിട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം അവരെല്ലാം പിടിച്ചുപറിക്കാരെ പോലെ പെരുമാറുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ അധ്വാനിക്കുന്നവരാണോ, നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണോ, നിങ്ങൾ ആരാണെന്നൊന്നും ക്രിസ്തുവിന് അറിയണ്ട. കർത്താവായ യേശുക്രിസ്തു നോക്കുന്നത് അവൻ്റെ മനസ്സ് മാത്രമാണ്. ആശ്വാസം കൊടുക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 8.2 ബില്യൺ ആളുകളാണ് ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത്. അതിൽ 1 ബില്യണോളം ആളുകൾ ഇന്ന് മാനസികമായ പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അത് നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ആശ്രയം തേടുന്നത് നമ്മൾ കണ്ടതുപോലെ പലവിധമായ ശാശ്വതമായ ആശ്രയങ്ങളിലാണ്.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഏതൊരു ഭാരമുണ്ടായാലും ഏതൊരു പ്രയാസമുണ്ടായാലും കർത്താവായ ദൈവം പറയുന്നത്, നീ എൻ്റെ മേലിട്ടുകൊള്ളുക, അത് ഞാൻ പരിഹരിക്കുമെന്നാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഏറ്റവും ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും സുഗമമായൊരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു ഭാരം വരുമ്പോൾ അത് കർത്താവിനോട് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ചുമ്മാണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ക്രിസ്തു അത് പരിഹരിക്കുന്ന ആ ഒരു രീതി അത് വളരെയധികം രസകരമാണ്. നമ്മൾ പോലും മനുഷ്യയുക്തിക്ക് പോലും ഒരു കാരണവശാലും ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിലാണ് ദൈവം അത് പരിഹരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആശ്വാസം കൊടുക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കുന്ന ഒരു ദൈവം, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകി വെച്ചു പോയ മറ്റൊരു പ്രോമിസുകളിൽ ഒന്ന്. സങ്കീർത്തനം 55:2 നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും: നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതായത് ഭാരം വയ്ക്കുവാനായിട്ടൊരു ഇടം. പൊതുവേ നമ്മൾ പലപ്പോഴും ഭാരം ചുമന്നുകൊണ്ട് നടക്കാറുണ്ട്. നമ്മൾ ഈ പലപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ യൂട്യൂബിൽ കൂടെയൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കാം, ഒരു ഗ്ലാസ് പിടിച്ചുകൊണ്ട് 1 മിനിറ്റും 2 മിനിറ്റും പിന്നാലെ മണിക്കൂറുകൾ നിൽക്കുവാനായിട്ട് പറ്റുമ്പോൾ തൻ്റെ ആ ഒരു കൈക്ക് ഏൽക്കുന്ന ആ ഒരു വേദന. അതായത് ഭാരം ചുമക്കുന്നത് വളരെയധികം ഭാരത്തിനോടൊപ്പം തന്നെ മാനസികമായ വിഭ്രാന്തിക്കും ഇടയാക്കും. എന്നാൽ ദൈവം പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ അത് അവൻ്റെ മേൽ വച്ചുകൊള്ളുക, കർത്താവായ യേശു ക്രിസ്തു അത് പരിഹരിക്കും. പൊതുവെ പരിഹരിക്കുവാനൊരു ദൈവമുള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഈ ആശ്രയം തേടി മറ്റൊരിടത്തേക്ക് പോകുന്നത് വളരെയധികം വിഷമകരം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് പറ്റും: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ ലോകത്ത് ജീവിക്കുന്ന ആർക്ക് പറയുവാനായിട്ട് പറ്റും? പലപ്പോഴും പറയുന്നത്, നിങ്ങൾ എനിക്കിത് ചെയ്താൽ ഞാൻ നിനക്ക് അത് ചെയ്യും. എന്നാൽ ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ ഭൗതികമായ ഏതൊരു പ്രശ്നത്തിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത്. പകരം വിചാരപ്പെടാതെ മുന്നോട്ട് പോവുക. കാരണം വിചാരപ്പെടരുത് എന്നൊരു വേർഡ് കർത്താവായ ദൈവികാത്മാവ് ഇങ്ങനെ രചിച്ചു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറിച്ചു വെച്ചത് ഒരു പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു പിതാവ് ഒരു മകനോട് പറയുന്നത് പോലെയാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവാത്മാവിൽ കൂടെ, ഈ വചനങ്ങളിൽ കൂടെ നമ്മളോട് പറയുന്നതും. അതായത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരു കുഞ്ഞു മകനോട് ഒരു കാരണവശാലും ഒരു പിതാവ് നീ ഇതിനെക്കുറിച്ച് വിചാരപ്പെടണം, മറ്റതിനെക്കുറിച്ച് വിചാരപ്പെടണം ഒന്നും പറയത്തില്ല. വിചാരപ്പെടാതെ ഉള്ളൊരു യാത്രയാണ് ആ ഒരു മകന് ഒരു ചെറുപ്രായത്ത് ആ ഒരു പിതാവ് സമർപ്പിക്കുന്നത്. അതേപോലെ കർത്താവായ യേശു ക്രിസ്തുവും നമുക്ക് വിചാരപ്പെടാതെയുള്ള ആ ഒരു പരിഹാരം, അല്ലെങ്കിൽ ആ ഒരു യാത്രയാണ് ദൈവം നമുക്കും തരുന്നത്. MV ചെറിയാൻ സാറ് ഇങ്ങനെ എഴുതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും: ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാന്മാൻ. അതായത് നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് ആശ്രയം തരുന്നത്, നമുക്ക് പരിഹാരം, ശാശ്വതമല്ലാത്ത പരിഹാരം, നിത്യമായ പരിഹാരം തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവായ നമ്മുടെ ദൈവം എന്ന് നമുക്ക് കാണാം. അടുത്തതായിട്ട് യെശയ്യാവിൻ്റെ 41-ാം അധ്യായം, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് നമുക്ക് നോക്കാം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം: ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് താങ്ങുന്നൊരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു താങ്ങുക എന്ന പദപ്രയോഗത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ് അപ്ഹോൾഡ് എന്നൊരു വേർഡാണ്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റൂഫിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ ഒരു പില്ലറാണ് എന്ന് നമുക്ക് കാണാം. അതായത് ഒരു പക്ഷേ ഈ പില്ലറ് ഈ ഒരു റൂഫിൻ്റെ അടിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ ഒരു എഞ്ചിനീയറിനോട് ചോദിച്ചാൽ അത് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് നൽകാം. എന്നാലും നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നമുക്കത് ഊഹിച്ചെടുക്കാം. ഈ ഒരു പില്ലർ ഒരു പക്ഷേ ഈ റൂഫിൻ്റെ അടിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ റൂഫിന് ഇവിടെ നിലനിൽപ്പുണ്ടാവുകയില്ല. കാരണം ഈ റൂഫിനെ താങ്ങി നിർത്തുന്നത് ഈ പില്ലറാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമ്മൾ ഈ താങ്ങ് കൊടുക്കുന്നതിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഒരു വസ്തു വീഴുവാനായിട്ട് പോകുമ്പോഴാണ് നമ്മൾ താങ്ങ് കൊടുക്കുന്നത്. പൊതുവെ ഈ കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വാഴക്കൃഷികൾ ചെയ്യുന്നവരോട് നമുക്ക് ചോദിച്ചാൽ അറിയാം, ഈ കാറ്റ് വരുന്നതിന് മുൻപ് അവർ താങ്ങ് കൊടുക്കാറുണ്ട്. കാരണം നാളത്തെ കാറ്റിൽ ഇതൊരു പക്ഷേ ഒടിഞ്ഞു വീഴുവാൻ ശ്രമിച്ചാലും ഒടിഞ്ഞു വീഴാതെ നിൽക്കണം. എന്നാൽ നമ്മുടെ ദൈവം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്: ഞാൻ താങ്ങുന്ന ദൈവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ വീഴുവാനായിട്ട് പോകുന്നത്, എപ്പോഴാണോ നിങ്ങൾ തകരുവാനായിട്ട് പോകുന്നത്, അപ്പോൾ ഞാൻ നിങ്ങളെ താങ്ങും. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ കൂടെ കടത്തിവിടുമെങ്കിലും ഒരു കാരണവശാലും അതിനെ ദൈവത്തിൻ്റെ പ്രോമിസുകളായിട്ട്
നമ്മൾ ഒരു കാരണവശാലും കൂട്ടിയോജിപ്പിക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ കാരണം മനുഷ്യയുക്തിയിൽ ഒരുപക്ഷെ നമ്മളത് ചിന്തിച്ചെടുക്കുമ്പോൾ അത് ദൈവം ചെയ്യുന്നത് പലപ്പോഴും തെറ്റായി തോന്നാം. ദൈവം യോബിനെ പരീക്ഷണങ്ങളിൽ കൂടെ കടത്തിവിട്ടപ്പോഴും ചുറ്റുപാടും നിന്ന സുഹൃത്തുക്കളെല്ലാം യോബിനെ നോക്കി ഒരുപക്ഷെ സംശയ മനോഭാവത്തോടെ ആയിരിക്കാം നോക്കിയത്. ഇത്രത്തോളം വിശ്വസിച്ച ദൈവം ഇവനെ ഇത്രത്തോളം ചതിക്കുമോ എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ ഉന്നയിച്ചേക്കാം. എന്നാൽ യോബിന് അപ്പോഴും താൻ പ്രത്യാശ വെച്ച ദൈവത്തിൽ യോബ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതായിട്ട് പിന്നാലെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോബ് തൻ്റെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ കരയുന്നു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിക്കുന്നു. അപ്പോഴൊന്നും കേൾക്കാത്ത ദൈവം തന്നെ താങ്ങുവാനായിട്ട് വരുന്നത് താൻ സ്ട്രോങ് ആയി അല്ലെങ്കിൽ താൻ നിലനിൽപ്പാനായിട്ട് ഇനി ഒരിക്കലും തകരില്ല എന്നൊരു ഉറപ്പ് വന്നപ്പോഴാണ് ദൈവം താങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ചില പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ ചില മനുഷ്യർ പോലും ഊഹിക്കുവാൻ കഴിയാത്ത ഘട്ടങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിടുന്നത് ദൈവം നമ്മളെ തിളക്കുന്നതാണ്. നമ്മളെ തീയിൽ കൂടെ കടത്തിവിടുന്നത് നാളെ നമുക്ക് തിളങ്ങുവാനുള്ളവരാണ്. നമ്മളെ ദൈവം ഡയമണ്ടിൽ ഒരു ആലയിലിട്ട് ഒരു സ്വർണത്തിനെ അല്ലെങ്കിൽ ഉരുക്കിയെടുക്കുന്നത് അതിനെ തിളക്കമുള്ളതാക്കി മാറ്റുവാനായിട്ടാണ്. ബൈബിൾ അതെല്ലാം ഉദാഹരണമായി മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് പല ഉദാഹരണങ്ങളും കാണുവാനായിട്ട് പറ്റും. എന്നാൽ ഇതെല്ലാം ദൈവം തരുന്ന ഒരു പ്രോമിസുകൾ. ഇതിനോടകം തന്നെ ഞാൻ ഉദ്ദേശിച്ച 5 പ്രോമിസുകളുടെ ആ ഒരു കാര്യം ഇതിനോടകം തന്നെ അവസാനിപ്പിക്കും. എന്നാൽ നമുക്കൊന്നും കൂടെ ഒന്ന് റീകോൾ ചെയ്യാം. ഒന്നാമത്തേത്, ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രോമിസുകളിൽ ഒന്ന് സങ്കീർത്തനങ്ങൾ 121 അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്ന ദൈവം നമ്മെ പരിപാലിക്കും എന്നൊരു പ്രോമിസാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റുന്ന പ്രോമിസ് മറ്റൊന്ന് പ്രോമിസ് 1 യോഹന്നാൻ 5:14 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ദൈവം അപേക്ഷകൾ കേൾക്കും, ഉത്തരം തരും. ഇത് നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടെ പറയുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ മറ്റൊരു പ്രോമിസായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് സമാധാനം തരുന്ന ഒരു ദൈവം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. അടുത്തതായിട്ട് നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്ന ദൈവം നമുക്ക് ആശ്വാസം തരുന്ന ഒരു ദൈവം. പിന്നാലെ നമ്മൾ അവസാനമായി ചിന്തിച്ച താങ്ങുന്ന ദൈവം. യെശയ്യാവ് എഴുതിയ പ്രവചന പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഇതെല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വച്ചിരിക്കുക. ഒരു വ്യക്തി, ആരെങ്കിലും ഒരു അവിശ്വാസി ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിൻ്റെ ദൈവിക തത്വം ഒന്നും അംഗീകരിക്കാത്ത ഒരു വ്യക്തി, നീ എന്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, എന്തുകൊണ്ട് നീ ക്രിസ്തുവിനെ ഉണ്മയായി പിൻപറ്റുന്നു, നിന്റെ ജീവൻ കൊടുത്തു പോലും നീ എന്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ, നമുക്ക് പ്രധാനമായും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു ചോദ്യം വന്നാൽ ഞാൻ ആദ്യം പറയുന്ന ഉത്തരങ്ങളിൽ 5 എണ്ണം ഇതായിരിക്കും. നമ്മളെ താങ്ങുന്ന ദൈവം, ആശ്രയം തരുന്ന ദൈവം, അല്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കുമ്പോൾ നമ്മളെ ബിൽഡ് ചെയ്യുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം. അതാണ് ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ പ്രോമിസുകൾക്കെല്ലാം അപ്പുറം ദൈവം തരുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു പ്രോമിസ് ഉണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും, വേദനകളില്ലാത്ത, കണ്ണീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, അല്ലെങ്കിൽ പരീക്ഷണങ്ങളില്ലാത്ത ഒരു സ്വർഗരാജ്യം. അതാണ് ദൈവം നമുക്ക് തന്നേച്ചു പോയ ഏറ്റവും വലിയ പ്രോമിസുകളിൽ ഒന്ന്. പിന്നാലെ ദൈവം വാക്കുമാറാത്തവനായ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു. അവൻ രണ്ടാമത് വരും, നമ്മളെ കൂട്ടിച്ചേർക്കും. ഇതാണ് നമ്മുടെ ദൈവം. ഇതാണ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവം. ചില പരീക്ഷണ ഘട്ടങ്ങൾ, കൂടെയുള്ളവർ നഷ്ടപ്പെടുമ്പോഴും, കൂടെ ഇരിക്കുന്നവർ ചതിക്കുമ്പോഴും, കൂടെ നിൽക്കുന്ന പലരും നമ്മളെ വഞ്ചിക്കുമ്പോഴും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുത്തുവാക്കുകൾ സഹോദരങ്ങളിൽ നിന്നെല്ലാം കേൾക്കുമ്പോഴും, സുഹൃത്തുക്കളിൽ നിന്നും യോബിന് അനുഭവപ്പെട്ടതുപോലെയുള്ള പ്രയാസങ്ങൾ നമ്മൾ കാണുമ്പോഴും എല്ലാം നമ്മൾ ഓർക്കുക, നമ്മളെ ആരൊക്കെ തള്ളി പറഞ്ഞാലും, നമ്മളെ ആരൊക്കെ തള്ളിയാലും താങ്ങുന്ന ദൈവം ഒരുവനാണ് നമ്മുടെ യഥാർത്ഥ ദൈവം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളേറെ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വാക്കുമാറാത്തവനും വിശ്വസ്തനുമായ നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 5 പ്രോമിസുകൾ. ഇതൊരു പക്ഷേ നിങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. കേവലം ഈ ഒരു സമയപരിമിതിക്കുള്ളിൽ ഞാൻ നിങ്ങളുടെ ആ ഒരു ചിന്താശേഷിക്കും അപ്പുറമായി ഞാൻ ഒരു പക്ഷേ വേഗതയിൽ പോയെന്നുണ്ടാകാം. എന്നാൽ വ്യക്തിപരമായ പഠനം നിങ്ങളെ കൂടുതൽ ശക്തരാക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് പിന്തിരിഞ്ഞു നോക്കാതെ, നോട്ട് ടേണിംഗ് ബാക്ക് എന്ന് പറയുന്നത് പോലെ പിന്തിരിഞ്ഞു നോക്കാതെ, ലോത്തിന്റെ ഭാര്യയെ പോലെ പിന്തിരിഞ്ഞു നോക്കാതെ, മുന്നോട്ടുള്ള ട്രാക്ക് നോക്കി അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലക്ഷ്യം നോക്കി നമ്മൾ ഓടുക. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. പിന്നിലോട്ട് നോക്കണ്ട, കാരണം ക്രിസ്തു നമ്മുടെ മുന്നിലാണ് നിൽക്കുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മരണപര്യന്തം വിശ്വസ്തയോടെ നമുക്ക് പിന്തുടരാം. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വ്യക്തിപരമായ മിനിസ്ട്രിയിലും നമ്മൾ സ്വയമേ നമ്മളുടെ സുഹൃത്തുക്കളോടെല്ലാം
ഈ കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുക. എൻ്റെ സുഹൃത്തുക്കളോട് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ മുഖ്യ കാരണങ്ങളിൽ ചിലതിലൊന്നാണ്, അവൻ നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു വന്നവനാണ്. നമ്മുടെ വലിപ്പം നോക്കിയില്ല, നമ്മുടെ ചെറുപ്പം നോക്കിയില്ല, പ്രായം നോക്കിയില്ല, വയസ്സ് നോക്കിയില്ല, അവൻ അതിനെല്ലാം അപ്പുറം ശക്തനാക്കിയവനാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഞാൻ വിശ്വസിക്കുന്ന ദൈവം. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഉണ്മയായി പിൻപറ്റാം. ഇത്രത്തോളം എന്നെ ശ്രവിച്ച പ്രിയ സഹോദരങ്ങളോടുള്ള നന്ദിയും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സന്തോഷവും ഞാൻ അറിയിക്കുന്നു. അതിനോടൊപ്പം TBF സഹോദരന്മാർ എന്നെ ഇങ്ങനെ ഒരു ക്ഷണം തന്ന് ഇവിടെ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിപ്പാൻ ദൈവം നൽകിയ അവസരത്തെയും, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പ്രിയ സഹോദരങ്ങളിൽ കൂടെ നൽകിയ അവസരത്തെയും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കൂടുതൽ ശക്തരാം, ക്രിസ്തുവിൽ നിലനിൽക്കാം, വിശ്വസ്തയോടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പോരാടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വചനത്തിലൂടെ നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങൾ, ദ പ്രോമിസസ് ഓഫ് ഗോഡ്, അതാണ് പ്രിയ സഹോദരൻ ദൈവവചനത്തിലൂടെ നമ്മോട് പങ്കുവച്ചത്. നമ്മുടെ ദൈവം നമ്മെ ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ അപേക്ഷകൾ കേട്ട് നമുക്ക് ഉത്തരം തരുന്ന ദൈവം, നമ്മെ സമാധാനിപ്പിക്കുന്ന, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവം, ആശ്വാസം നൽകുന്ന ദൈവം എന്ന് മാത്രമല്ല, നമ്മെ താങ്ങുന്ന, സഹായിക്കുന്ന, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക ശക്തിയാൽ നമുക്ക് ബലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്രയോ അനുഗ്രഹീതമായ ആലോചനകൾ. തീർച്ചയായിട്ടും നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ, പല പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാനും ധൈര്യം തരുവാനും ഈ വചനങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇത്ര നല്ലവനായ ദൈവത്തെ രുചിച്ചറിയുവാൻ, അടുത്തറിയുവാൻ തക്കവണ്ണം നമുക്ക് വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ആലോചനകൾ ഇന്ന് നമ്മോട് പങ്കുവച്ച പ്രിയ സഹോദരൻ പോളിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നേരത്തെ കേട്ടതുപോലെ താൻ പഠിക്കുകയാണ്, എന്നാൽ പഠനത്തോടൊപ്പം തന്നെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് താൻ മുന്നോട്ട് പോകുന്നു. അത് നമുക്കെല്ലാവർക്കും വളരെ മാതൃകയുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രിയ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ധാരാളമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, അവന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം പ്രിയ സഹോദരനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ ധാരാളം അവസരങ്ങൾ നാം മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. അതുപോലെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പേർക്ക് ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദിയെ ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും നിങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന് സഹകരിക്കുകയും അതുപോലെ തന്നെ ഈ TBF മിനിസ്ട്രിയെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ പേരുക്കട അസംബ്ലിയിലുള്ള പ്രിയ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കുന്നതിനായിട്ട് ജേക്കബ് അങ്കിളിനെ ഞാൻ ക്ഷണിക്കും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കർത്താവെ നിൻ്റെ പാദപീഠത്തിലായിരുന്നു കർത്താവെ നിൻ്റെ വചനത്തെ കേൾപ്പാനും, കർത്താവെ നിന്നെ സ്തുതിക്കുന്ന നല്ല പാട്ടുകൾ കേൾപ്പാനും, കർത്താവെ ഞങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥയും ഞങ്ങളെ വിടുവിച്ച് കർത്താവെ നിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തന്ന ഈ വലിയ സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ നല്ല പാട്ടുകൾ പാടി കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ ദാസന്മാരെ കർത്താവെ അനുഭവിച്ചതിനായി സ്തോത്രം. കർത്താവെ അവരെ അധികമായിട്ട് കർത്താവെ അവർ കൊടുത്തിരിക്കുന്ന കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവെ അധികമായിട്ട് കർത്താവെ നിനക്ക് വിലപ്പെട്ടവരായി തീരുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ വനം തന്നായ നിൻ്റെ ദാസനെ അനുഗ്രഹിക്കണം. കർത്താവെ യൗവനത്തിൽ തന്നെ കർത്താവെ നിനക്ക് വേണ്ടി കർത്താവെ വേല ചെയ്യുവാൻ തക്കണം കർത്താവ് നിൻ്റെ മകനെ അവിടുന്ന് വിളിച്ച് ഒരുക്കി കർത്താവ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. നല്ല വചനങ്ങളാൽ കർത്താവെ നിറച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ
വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. കർത്താവ് ഇതിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം എന്നായിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കേൾക്കുന്ന ദൈവം, തരുന്ന സമാധാനമല്ല, ദൈവത്തിൻ്റെ നിത്യമായ സമാധാനം ഞങ്ങൾക്ക് നൽകുന്ന, ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന, ഞങ്ങളെ താങ്ങുന്ന ദൈവം. കർത്താവെ, ഞങ്ങൾ ഇത്രത്തോളം കർത്താവെ ഭാഗ്യപദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തി. കർത്താവ് ഇത്രത്തോളം നല്ലൊരു ദൈവത്തെ ഞങ്ങൾക്ക് ആസ്വദിപ്പാൻ തക്കണം കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ സ്തോത്രം. കർത്താവെ, ഈ ലോകം കർത്താവെ അതിൻ്റേതായ നാശത്തിലേക്ക് പോകുമ്പോൾ കർത്താവെ, നിന്നെ അറിയുകയും സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. കർത്താവെ, ഞങ്ങളെപ്പോഴും നിൻ്റെ ആ സന്നിധിയിൽ താണിരുന്ന് കർത്താവിൻ്റെ ഹിതത്തെ അറിഞ്ഞ് കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായിട്ട് നിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ തക്കണം കർത്താവ് സഹായിക്കണമേ. ഇന്നിവിടെ സന്നിധിരായിരിക്കുന്ന എല്ലാവരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. പലവിധമായ ആവശ്യഭാരങ്ങളാൽ കർത്താവെ നിൻ്റെ സന്നിധിയിൽ വരുന്ന ഓരോരുത്തരെയും ഉള്ളങ്ങൾ കർത്താവ് അറിയുന്നതിനായി സ്തോത്രം. കർത്താവ് അവരെല്ലാം സമാധാനിപ്പിക്കണം, ആശ്വസിപ്പിക്കണം, കരങ്ങളിലേറ്റ് കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ കരുണയും കൃപയും അധികമായിട്ട് വർഷിക്കണമേ. കർത്താവെ, TBFനെ അനുഗ്രഹിക്കണമേ. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അധികമായിട്ട് ശക്തീകരിക്കണമേ. ഈ ദേശത്ത് കർത്താവെ നിൻ്റെ നാമത്തിനായിട്ട് കർത്താവെ അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും കർത്താവെ അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് അത്ഭുത പ്രകാശത്തിൽ വരുവാൻ തക്കണം കർത്താവ് കൃപയരുളുമാറാകണമേ. TBFൻ്റെ എല്ലാ വേലകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റും അനേകർ കർത്താവിനെ അറിയാത്തവരുണ്ട്. കർത്താവെ, അവർക്കും കർത്താവ് ഈ മീറ്റിങ്ങുകൾ സംബന്ധിക്കുവാനും കർത്താവെ നിൻ്റെ ആ സ്വരം കേൾപ്പാനും തക്കണം കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണം. ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ധ്യാസമയം കർത്താവെ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിലായിരുന്നു നിൻ്റെ ആ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് കർത്താവെ ലഭിപ്പാൻ തക്കവണ്ണം, കർത്താവെ ഞങ്ങൾക്ക് ആശ്വാസം ലഭിപ്പാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ താങ്ങുന്ന കരങ്ങൾ ഞങ്ങളുടെ മേലുണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിയാത്തവനായിട്ട് അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അടുത്ത ആഴ്ചയിലും കർത്താവെ ഇതിലും കൂടുതൽ അനേകം ആൾക്കാർ വന്ന് കർത്താവിൻ്റെ വചനം കേൾപ്പാനും കർത്താവെ നിന്നെ സ്തുതിപ്പാനും എല്ലാം കാരണമാക്കണമേ. എല്ലാം ദൈവ തിരുനാമ മഹത്വത്തിനായി തിരുവാൻ തക്കവണ്ണം ആയിരിക്കുന്നതിനായി സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ കെട്ടായ വനത്തിന്മേലും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിന്മേലും കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.